രക്ഷാദൗത്യത്തിന്റെ തുക ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പറയുന്നു. കേരളത്തിനുള്ള ഈ സമീപനം രാഷ്ട്രീയ കാരണം കൊണ്ടാണ്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് കെ.വി. തോമസ് കേന്ദ്രത്തോട് പറഞ്ഞു. ഈ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ജനങ്ങളോട് കാണിക്കുന്നൊരു വഞ്ചനയാണ്. കേരളത്തിലെ ജനങ്ങളെയാണ് അവഗണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം നെഗറ്റിവിറ്റി കാണിക്കാൻ എന്താ കാരണം? ഇപ്പോൾ രാഷ്ട്രീയമല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ അതൊന്നും ഒരു ഫെഡറലിസത്തിന് ശരിയല്ല. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ നെഗറ്റീവ് സമീപനം എടുക്കുന്നത് നമുക്കതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമാണോ കാണേണ്ടത്? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, കെ.വി. തോമസ് പരാജയം സംബന്ധിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. എസ്.കെ. നിസ്സഹായരായ നിരവധി മനുഷ്യരെയാണ് വിവിധ ഘട്ടങ്ങളിലുള്ള 2019 ദുരന്തത്തിലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചുരമ ദുരന്തത്തിലും സൈന്യം ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തെത്തിച്ചത്. രാജ്യം കയ്യടി നൽകിയ ഒരു രക്ഷാദൗത്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രക്ഷാദൗത്യത്തിൻ്റെ ചിലവായ തുക ആവശ്യപ്പെട്ട നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ കെ.വി. തോമസ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ, കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി നിലയിൽ പല ഘട്ടങ്ങളിൽ കേരളത്തിന് അർഹമായ തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ മാസം കഴിഞ്ഞ മാസം നവംബർ 14, അതായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കെ.വി. തോമസ് നൽകിയ കത്തിൽ കേരളത്തിന് എന്തൊക്കെ സേവനങ്ങൾ വയനാട് ദുരന്ത സമയത്ത് നൽകിയെന്ന് സംബന്ധിച്ചൊരു വിശദമായ കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നൽകിയ സേവനങ്ങളെക്കുറിച്ചാണ്. ഇത്തരമൊരു സേവനം നൽകിയാൽ പിന്നെ അതിൻ്റെ തുക ആവശ്യപ്പെടുന്നത് എന്തിനെന്ന ചോദ്യമാണ് എന്തായാലും ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി ചോദിച്ചിരിക്കുന്നത്. കേരളത്തിനോട് ഒരു നെഗറ്റീവ് സമീപനമാണ് സ്വീകരിക്കുന്നത്. തമിഴ്നാട്ടിനും ആന്ധ്രാപ്രദേശും തെലങ്കാനയ്ക്കും പല തവണകളായി ഇത്തരത്തിൽ തുക അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിനോട് ഒരു തരത്തിൽ പോലും തുക അനുവദിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ധനസഹായം ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കേരളവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ 132 കോടി രൂപ അടക്കണമെന്നൊരു കത്ത് എന്തായാലും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ സാഹചര്യം ബോധ്യപ്പെടുത്തി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനുള്ളൊരു നീക്കമാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്നാണ് കെ.വി. തോമസ് 24 വ്യക്തമാക്കിയത്. എസ്.കെ.എൻ. താങ്ക് യു നിതിൻ അംബുജൻ.